നമസ്കാരം, രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്നും. കുറച്ച് ദിവസങ്ങളായി ആൾക്കാരെ ചോദിക്കുന്നത് അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ വീഡിയോ ഇടുന്നില്ലേ, തേടയുടെ വീഡിയോ ഇടുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഒരുപാട് സബ്ജക്റ്റ് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊരു റിപ്പീറ്റേഷൻ ആയി പോകുന്ന ഒരു സംശയം വന്നുകൊണ്ടാണ്. എങ്കിലും ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ തേടയിലെ അല്ലെങ്കിൽ അറ്റ്യൂൺമെൻറ്റിൽ, അതീന്ദ്രിയ ജ്ഞാനത്തിൽ, അല്ലെങ്കിൽ ക്ലെയറൻസിൽ, ഏത് പേര് വിളിച്ചാലും അതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ളൊരു സംശയം. ഒന്നല്ല, ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അതിനകത്ത് സാധാരണയായി വരുന്ന ഒരു സംശയം, പൊതുവേ ഞാനൊക്കെ തുടക്ക സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്ത സമയത്ത് നമ്മൾക്കെല്ലാം ഉണ്ടായിരുന്ന സംശയം പിന്നീട് അത് ഗുരുനാഥൻ ദൂരീകരിച്ച് തന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഗുരു പരമ്പരയുടെ ഭാഗമായിട്ടാണ്. അത് ചെയിൻ പോലെയാണ് തന്നിരിക്കുന്നത്. ഗുരുനാഥൻ്റെ ഗുരു കൊടുത്തു, അതിൻ്റെ ഗുരു കൊടുത്തു. ആ ഒരു ഗുരുപരമ്പരയുടെ എപ്പോഴും അനുഗ്രഹവും, നമ്മളെന്തെങ്കിലും തെറ്റായി ചെയ്താൽ അത് ആ ഒരു ഗുരുപരമ്പരയിലേക്ക് ഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു ജാഗ്രതയോടെ ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ അതേപോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണതയോടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും പല മെഡിറ്റേഷൻ ക്ലാസ്സുകളും പോയവരൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ വരാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത്, മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത് ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരുപാട് ഇതേപോലെയുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകൾ, അതേപോലെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയതിന് ശേഷം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പ്രയോജനകരമായിട്ടൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ അതേപോലെ ഞാൻ ചോദിച്ചു എത്ര രൂപ മുടക്കിയെന്ന് ചോദിച്ചാൽ 12,000 രൂപ 13,000 രൂപ എങ്ങാണ്ട് ക്ലാസ്സിന് കൊടുത്തു. ഞാൻ ചോദിച്ചാൽ എന്താണ് ക്ലാസ്സിൽ? കുറേ മെഡിറ്റേഷൻ രീതികളൊക്കെ പഠിപ്പിച്ചു, പക്ഷേ അത് വെച്ചിട്ട് ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഓറാ ചക്ര കാണുമോ എന്ന് ചോദിച്ചപ്പോൾ ഓറാ ചക്ര പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ഈ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നവർ ഓൺലൈനായാലും ഓഫ്ലൈനായാലും, ഇപ്പോൾ ഒരുപാട് ഓൺലൈനിലൂടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നവർ അവർക്ക് എന്താണോ കിട്ടിയത് അത് തന്നെയായിരിക്കും അവരുടെ സ്റ്റുഡൻസിനും കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കോമഡി എന്ന് പറഞ്ഞാൽ, ഈ തരുന്ന ഗുരുനാഥൻ ഓറയെ പറ്റി ചോദിച്ചപ്പം അത്ര ഗ്രാഹ്യത്തോടല്ല പറയുന്നത്. ഇതാണ് പടം കാണിച്ചിട്ട് ഇന്ന പടത്തിലുള്ള പോലൊക്കെയാണ്. അദ്ദേഹത്തിന് പോലും ഒരു ഉറപ്പില്ല ഓറ ചക്രയെ പറ്റി. അപ്പം പിന്നെ സ്റ്റുഡൻസിന് എങ്ങനെ കൊടുക്കും? ശരിയാണ്. കാരണം തരുന്ന ആളിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് കിട്ടുന്ന ആളിന് കിട്ടുന്ന സിദ്ധി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന അറ്റ്യൂൺമെൻറ്റാണ്. അറ്റ്യൂൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പഴുക്കാത്ത വാഴക്കൊലയെ നമ്മൾ പെട്ടെന്ന് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് പോലെ ഓട്ടോ മെഡിറ്റേഷനൊന്നും ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തവർക്ക് ആ മെഡിറ്റേഷൻ രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഫാസ്റ്റസ്റ്റ് വേ, ഏറ്റവും ഈസി ആയിട്ടുള്ള വേയും ഫാസ്റ്റസ്റ്റ് വേയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഓറ ചക്ര വിഷൻ അവർക്ക് കിട്ടാറുണ്ട്. ഓറയും ചക്രയും വ്യക്തമായിട്ട് കാണാനും അതെന്തൊക്കെയാണെന്ന് ഓരോ ലെയറിലെയും കളറും വ്യക്തമായിട്ടെല്ലാം കാണാനുള്ള സിദ്ധികൾ അവർക്ക് കിട്ടാറുണ്ട് ഇതുവരെ കൊടുത്തവർക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ മാസ്റ്റേഴ്സിനേക്കാളും ഒക്കെ ഉപരി നമ്മളെ സ്റ്റുഡൻസിന് ചെയ്യാൻ സാധിക്കുന്നു. അത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, അഹങ്കാരമൊന്നുമല്ല. കാരണം ഏത് വലിയ റേക്കി മാസ്റ്റർ ആയിക്കോട്ടെ, വലിയ ഹിമാലയൻ മാസ്റ്റർ ആയിക്കോട്ടെ, ഇവിടെ വലിയ എത്ര മാസ്റ്റേഴ്സിന് ചെയ്യുന്നതിനേക്കാളും ചുമ്മാ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും പറയാതല്ല, നേരിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു 10 പടി മുന്നിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്നത് ആ ഗുരുപരമ്പരയുടെ കിട്ടിയ ഗുണമാണ്. അപ്പോൾ വളരെ വിചാരിക്കുന്ന ഒരു അഹങ്കാര വാക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജാട കാണിക്കുക ഭയങ്കര ഇതാ പറയുന്നതാണ്. അത് നമ്മൾ ആത്മവിശ്വാസത്തോടെ പറയുന്നതിൻ്റെ കാര്യം. നമ്മുടെ പാരാസൈക്കോളജി കഴിഞ്ഞ സ്റ്റുഡൻസിനെ കൊണ്ട് അത് ഏത് സ്ഥലത്ത് വെച്ചു നിങ്ങളുടെ ഏറ്റവും വലിയ മാസ്റ്റർ വന്നിരുന്ന് ചെയ്യുന്ന പ്രോസസ്സിനേക്കാളും കൂടുതൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ പാരാസൈക്കോളജി പഠിപ്പിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ചെയ്യുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ ദേവതയെ ആവാഹിച്ചൊരു നാണയത്തിലേക്ക് ഇവരെ കൊണ്ട് വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര ദേവതയെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ കൊടുത്തിരിക്കുന്ന തന്ത്രം വെച്ച് അഷ്ടബന്ധം വെച്ച് ഉറപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ദേവതയെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക്, ഒരു നിമിഷാർത്ഥത്തിലേക്കെങ്കിലും ഒരു നാണയത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ ആവാഹിക്കാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് വെല്ലുവിളിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിക്കാനുള്ള വാഗ്വാദത്തിനുള്ള കാര്യമല്ല പറഞ്ഞത്, എങ്കിൽ പോലും പലരും ഇതിനെ വിമർശിക്കാൻ സാധ്യതകളുണ്ടാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ വെച്ച്, ഇത് മാസ്റ്റേഴ്സൊന്നുമല്ല, പഠിച്ച് ഇപ്പോൾ പാരാസൈക്കോളജി കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് വെച്ച് പോകുന്ന നമുക്ക് നാണയത്തിലേക്ക് ആവാഹിച്ചിട്ട് നിങ്ങളൊഴിവ് നോക്കിയാൽ മതി. നിങ്ങളുടെ ജ്യോതിഷനൊഴിവ് നോക്കിയാൽ ആ നാണയത്തിൽ ദേവസാന്നിധ്യം, ബിംബസാന്നിധ്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു കോൺഫിഡൻസ് ലെവലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ വഴിയിലാണെങ്കിൽ അവിടെ സംശയത്തിന് ഇട കൊടുക്കാതിരിക്കും. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോണ്ട. പലപ്പോഴും പല ആൾക്കാരും മെഡിറ്റേഷൻ, ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം
സമയത്ത് അറ്റ്യൂൺമെൻറ്റ് തന്നിട്ട് വിഷൻ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു നേരെ കൈലാസത്തിലേക്ക് പോകാൻ പറഞ്ഞു. കൈലാസത്തിലേക്ക് പോയ സമയത്ത് എൻ്റെ കാഴ്ചയിൽ കണ്ട ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിൽ കണ്ട ശിവനൊന്നുമല്ല. അപ്പോൾ പലപ്പോഴും അതിൻ്റെ കളറൊക്കെ നല്ല കർപ്പൂരവർണ്ണം, അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രഭയോടുള്ള വർണ്ണം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു കൺഫ്യൂഷൻ വന്നു. ഇതല്ലല്ലോ നമ്മൾ പടത്തിൽ കണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇമാജിനേഷനിലുള്ള ശിവൻ ഇതല്ലോ ചിന്ത വന്നപ്പോൾ നേരെ ഞാൻ ആ ചിന്താഗതിയെ മാറ്റിയിട്ട് നീല കളറുള്ള ശിവനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് അത് നീല കളറായിട്ട് മാറി. എന്നിട്ട് ഞാൻ ഗുരുനാഥനോട് പറഞ്ഞു, നീല കളറുള്ള ശിവനെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ കണ്ട തെറ്റാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഈ കളറാണ്, പക്ഷേ എനിക്കൊരു സംശയം, കൺഫ്യൂഷൻ മനസ്സിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യം, നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്യുമ്പോൾ ഏത് മെഡിറ്റേഷനും നിങ്ങൾ പ്രോപ്പറായിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിഷന്, ഓറ ചക്ര വിഷന്, ആസ്ട്രോ ട്രാവലിംഗ്, ആസ്ട്രോ വിഷൻ ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരും. ആ സമയത്ത് ഇപ്പം നിങ്ങളിലോട് ഒരാൾ പറയുകയാണ്, ഒരാളുടെ ഒരു പ്രശ്നം നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളൊരു ക്ലയൻറ്റ് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു പ്രശ്നം നോക്കാൻ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം കാണുന്നത് എന്താണോ അതാണ് മെഡിറ്റേഷന് കിട്ടുന്ന ഫസ്റ്റ് വിഷൻ, അതാണ് കറക്റ്റ്. പലപ്പോഴും നമ്മുടെയൊക്കെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിക്കോട്ടെ, പലപ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷനോടെ ചില കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സുഹൃത്ത് ആൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ഇന്നൊരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, എന്നെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവരാദ്യം കാണുന്നത് ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. അപ്പം പക്ഷേ അവർ ചിന്തിക്കും, ഈ സമയത്ത് ഞാൻ അവിടെ അല്ലല്ലോ നിൽക്കാൻ സാധ്യത, അല്ല ഞാൻ അങ്ങനെയല്ലല്ലോ ഇരിക്കാൻ സാധ്യത എന്നവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നേരെ അതിലേക്ക് വിഷൻ പോകും. അപ്പം അങ്ങനെ വരാതിരിക്കണം. നമുക്ക് ഒരു ചിന്തകളുമില്ലാതെ, ഒരു ഇമാജിനേഷനും ഇല്ലാതെ, പ്രീ പ്ലാനും ഇല്ലാതെ മെഡിറ്റേഷനിലേക്ക് പോയി കാണുന്ന ആദ്യത്തെ വിഷനാണ് അവർ യഥാർത്ഥമായിരിക്കുന്ന സ്ഥലം. അതൊരിക്കലും നിങ്ങൾക്ക് ആര് തന്ന മെഡിറ്റേഷൻ ആണെങ്കിലും, ഏത് കോഴ്സിലൂടെ കിട്ടിയതാണെങ്കിലും അത് നിങ്ങൾ സംശയത്തോടെ കാണാതിരിക്കുക. സംശയത്തോടെ കണ്ടു കഴിഞ്ഞാൽ സംശയമായിരിക്കും പിന്നീട് ഹൈലൈറ്റ് ചെയ്ത് വരിക. പലപ്പോഴും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. കാരണം ചില കാര്യങ്ങൾ ഈ പ്രഡിക്ഷൻ പോലൊക്കെ പറയാൻ സാധിക്കും പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക്. ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട് ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നത് അവരുടെ വീട്ടിൽ സംഭവിക്കും, നമുക്ക് പെട്ടെന്നൊരു വിഷൻ കിട്ടുമ്പോൾ നമുക്കതൊരു ചിന്ത വരും, അതെന്തിനാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ശംഖിലൂടെയൊക്കെ പ്രശ്നം നോക്കുന്ന സമയത്ത് നമ്മളുടെ മുന്നിലേക്ക് ഒരാൾ ബെൻസ് കാറിൽ വലിയ ചെയിനൊക്കെ, വലിയ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട്, വലിയ മാലയൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ശംഖിൽ കിട്ടുകയാണ് അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഇപ്പം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പരിതാപകരമായ അവസ്ഥയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ രൂപം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, ഇത്രയും പൈസയുള്ള ഒരാൾ ഇത്രയും വലിയ കാശുള്ള വണ്ടിയിൽ വരുമ്പോൾ അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് ചിന്തിച്ചിട്ട് നമ്മളെ മാറ്റി പറയാൻ ചിന്തിച്ചാൽ അത് തെറ്റിപ്പോകാൻ സാധ്യത. പലപ്പോഴും ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞു തന്ന കഥകളിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് വന്ന അനുഭവത്തിലൂടെയൊക്കെ നമ്മൾക്ക് ആ വരുന്ന ആളിൻ്റെ ഒരു അവലോകനം നടത്തിയിട്ട് നമ്മൾ പറയുന്നത്, നമ്മുടെ ദേവത അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ പവർ, നമ്മുടെ ഉപാസനാമൂർത്തിയൊക്കെ തരുന്ന കറക്റ്റ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ തിരുത്താൻ ശ്രമിച്ചാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും മെഡിറ്റേഷൻ ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളത് തിരുത്തി പറഞ്ഞാലും ഒരിക്കലും അത് തെറ്റാവാൻ സാധ്യതയില്ല. ഉദാഹരണം പറഞ്ഞാൽ, എന്നോടൊരാളെ പറ്റി ചോദിക്കുകയാണ്, ഒരു ആളുടെ പടം കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇയാളുടെ പ്രശ്നമെന്ന് പറയാമെന്ന് ചോദിച്ചാൽ, ഞാനൊരു പ്രശ്നം കണ്ടു, ഇയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു, പക്ഷേ നമ്മളുടെ മനസ്സിലേക്ക് അയാളുടെ പിക്ചറൈസേഷൻ നല്ലൊരു മനുഷ്യനായിട്ടാണ്, പക്ഷേ വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ്റെ പിക്ചറൈസേഷനും ക്രൂരതയായിരിക്കും കണ്ടതെന്ന് വെക്കുക. ഞാനത് പറയാതെ അയാൾ പറയുകയാണ് അയാളൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നേരത്തെ ക്രൂരനായിരുന്നിരിക്കാം, ദുഷ്ടനായിരുന്നിരിക്കാം, പിന്നീട് അയാൾ നല്ല ആയതായിരിക്കാം. എപ്പോഴും നമ്മളുടെ നാവ് പിഴവ് കൊണ്ട് പോലും വരുന്ന കാര്യങ്ങൾ മെഡിറ്റേഷനിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, നിങ്ങളുടെ ഉപാസന ബലം കറക്റ്റാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് ഫലിക്കും. അത് എന്തുകൊണ്ടാണ് അത് നാവ് പിഴവ് വരുത്തുന്നത്, അല്ലെങ്കിൽ ഉപാസനമൂർത്തി അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ സിദ്ധികളെ, നിങ്ങൾക്ക് കിട്ടിയ വിദ്യകളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അത് ഉപാസന ആയിക്കോട്ടെ, സേവയായിക്കോട്ടെ, ഇനി ധ്യാനമായിക്കോട്ടെ, റൈക്കി ആയിക്കോട്ടെ, പ്രാണിഹിൽ ഏതും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കണം. 10, 15, 20, 25, 30, 40 വർഷമായിട്ട് ഇത് ചെയ്തിട്ടൊന്നും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ യാത്രകളിലും പല മീറ്റിങ്ങുകളിലും പല പൂജകളും ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ 25 വർഷമായിട്ട് സാറേ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും എന്നെ ചോദിച്ചാൽ ഞാൻ ബിഗ് സീറോ ആണ്. എൻ്റെ കാര്യം പോലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കാര്യം പോലും ചെയ്യാൻ സാധിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് നാട്ടുകാരുടെ കാര്യം ചെയ്യുന്നത്? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത്, നിങ്ങളല്ലെങ്കിൽ പൂജ ചെയ്ത്, നിങ്ങൾ ഉപാസന ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പോലും ക്ലിയർ ആക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യം റെഡിയാക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് ആദ്യം നമ്മളുടെ കാര്യം റെഡിയാക്കണം. അപ്പോൾ പലരും ചിലപ്പം പറയും നമുക്കുടെ നിയോഗമാണ്, അല്ലെ നമ്മളുടെ വിധിയാണ്, അല്ലെങ്കിൽ നമ്മൾക്കുള്ള കർമ്മമാണ് ഇതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. ആദ്യം
നിങ്ങളിൽ പരീക്ഷിച്ച് വേണം ആദ്യം വിജയം ഉണ്ടാക്കാൻ, അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് വേണം വിജയം ഉണ്ടാക്കാൻ. കാരണം മറ്റേ കോമഡിക്കാർ പറഞ്ഞ പോലെ ആദ്യം സ്വയം നന്നാകുക, പിന്നീട് നാട്ടുകാരെ നന്നാക്കുക എന്ന് പറഞ്ഞ പോലെ. കാരണം നമ്മളേത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മളേത് മാറ്റി, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ മാറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ലെവലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഹീലിംഗ് പഠിപ്പിക്കും തന്നെ പറയും, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടെങ്കിൽ മാറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറ്റൂ, ഇന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു തിരുവനന്തപുരത്തൊരു ആവശ്യത്തിനായി പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാറേ പാരാസൈക്കോളജി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ, അച്ഛൻ, സഹോദരങ്ങളും തന്നെ വീട്ടിലുമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവരെന്നെ തിരിച്ചു വിളിക്കുന്നു വീട്ടിലേക്ക്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് എന്തോ പ്രശ്നമായിട്ട് ICUവിൽ വെന്റിലേറ്ററിലായി എന്ന് പറഞ്ഞ് രാത്രി കോൾ വന്നു. ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകാനല്ല ഞാൻ നോക്കിയത്, ഞാൻ വന്നേക്കാം, ഇപ്പോൾ എത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുളിച്ച് ഫ്രഷായി മെഡിറ്റേഷനിൽ പോയിട്ട് ആ അമ്മയുടെ ഹീൽ ചെയ്തു. അപ്പോൾ ശ്വാസം കിട്ടുന്നില്ല. പെട്ടെന്ന് 24 മണിക്കൂർ സമയം കൊടുത്തു ഡോക്ടർ. അറിയിക്കാനുള്ളവരെല്ലാം അറിയിക്കാൻ പറഞ്ഞു. അപ്പം വെന്റിലേറ്റർ വെച്ചിരിക്കുന്നു. ശ്വാസം കിട്ടാത്തടത്തോളം കാലം 24 മണിക്കൂറിൽ എന്തും സംഭവിക്കാമെന്ന ലെവലിലേക്ക് എത്തി. ഇദ്ദേഹം ഒരു അരമണിക്കൂർ ഇരുന്ന് ഹീൽ ചെയ്തതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അത്ഭുതകരമായ കാര്യം, വ്യത്യാസം രാവിലെ ആ അമ്മയുടെ വെന്റിലേറ്ററൊക്കെ മാറ്റി റൂമിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അനുഭവത്തിൽ വന്ന കാര്യം കേൾക്കുമ്പോഴാണുള്ളത്. അല്ല ചുമ്മാ നമ്മൾ വാഗുണ്ട് തള്ളി മറിച്ചിട്ടൊന്നും ഒരു കഥയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളും അത് ആദ്യം കാണുന്നത് ഒരിക്കൽ നിങ്ങളുടെ ഇമാജിനേഷനോ ചിന്തകളോ കയറി വരരുത്. നമ്മളെപ്പോഴും ഒരു ഇംഗ്ലീഷിലുള്ള കോട്ട് പറയുന്ന പോലെ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരിക്കലും പുസ്തകത്തിനെ പുറം ചട്ട കൊണ്ട് വിലയിരുത്തരുത്. നമ്മൾ പെട്ടെന്ന് കാണുന്ന കാഴ്ചയല്ല അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണാൻ പറ്റും. അത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഉപാസന ആയിക്കോട്ടെ, സേവ ആയിക്കോട്ടെ, മന്ത്രം ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, എന്തും നിങ്ങൾ ഡെഡിക്കേഷനോട് ചെയ്താൽ, ഒരെണ്ണം പൂർണ്ണമായിട്ടും ചെയ്താൽ. ഞങ്ങളൊക്കെ യന്ത്രം പഠിപ്പിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1000 വിദ്യകൾ 1000 പേരെടുത്ത് പരീക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും ഫലമാകുന്നത് ഒരു വിദ്യ 1000 തവണ പരീക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ 1000 പേർക്ക് കൊടുക്കുന്ന ഒരു വിദ്യ നിങ്ങൾ പഠിച്ചാൽ മതി. ആ വിദ്യ 1000 പേരിലേക്ക് എത്തുമ്പോൾ നിങ്ങളതിൽ എക്സ്പേർട്ടായി മാറുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ വിദ്യയിൽ സംശയിക്കാതിരിക്കുക, നിങ്ങൾക്ക് കിട്ടിയ സിദ്ധിയിൽ സംശയിക്കാതിരിക്കുക. ഈവൻ മെഡിറ്റേഷൻ, ധ്യാനം ഏത് രീതിയിൽ ചെയ്യുന്നവരും നിങ്ങൾക്ക് വിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഫസ്റ്റ് കിട്ടുന്ന കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നീട് അത് അങ്ങനാണോ ഇങ്ങനാണോ, അങ്ങനെ പറഞ്ഞാൽ തെറ്റുമോ ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുമോ, നമ്മൾ ഉത്തരമേ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ തെറ്റുന്നേ? നമ്മളാദ്യം ഉത്തരം പറഞ്ഞു നോക്കുക. തെറ്റിക്കോട്ടെ, തെറ്റുന്ന സ്വാഭാവികമാണ്. തെറ്റ് സംഭവിക്കാത്ത മനുഷ്യർ ആരുമില്ല. ഭഗവാന്മാർക്ക് പോലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തെറ്റ് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് പറയാതിരിക്കാതെ, നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ആ ഒരു പ്രോപ്പർ വേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന കൃത്യമായിട്ട് പറയുക, സംശയമില്ലാതെ. അത് നിങ്ങൾക്ക് ഫലമുണ്ടാകും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സാഗരമാണ്. വലിയൊരു സാഗരത്തിൻ്റെ ആ സാഗരത്തിലേക്കൊന്ന് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ലാതെ ആ സാഗരത്തിന് നടക്കൊന്നും ചെന്നിട്ടില്ല. അപ്പോൾ അഹങ്കരിക്കാതിരിക്കുക, നമ്മൾ കിട്ടിയ സിദ്ധിയിൽ അഹങ്കരിക്കാതിരിക്കുക. ചെറിയ സിദ്ധിയാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്ത് വലുതാക്കിയെടുക്കുക. ഒരിക്കലും അഹങ്കാരം പാടില്ല. എനിക്ക് കിട്ടിയത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒന്നായത്, ചെറിയ തൃണസമാനെങ്കിലും ആയത്, ഞാൻ കിട്ടിയതിനെ 100-150% ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് 200% തിരിച്ചു തരുന്നുണ്ട്. അല്ലാതെ ഞാനതിനെ പകുതി വിശ്വസിച്ച് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നൊരു കൺഫ്യൂഷൻ ഞാൻ നിൽക്കാറില്ല. ഞാനതിനെ 100%, എനിക്ക് എൻ്റെ ഉപാസനമൂർത്തിയും ദേവതകളും മെഡിറ്റേഷനും ഗുരുക്കന്മാരും കഴിഞ്ഞിട്ടേ ഉള്ളില്ല. അതുകൊണ്ട് തന്നെ ഞാനതിന് 100% വിശ്വസിക്കുന്നുണ്ട്. എനിക്കിതുവരെ 100% റിസൾട്ടുകളൊക്കെ തരാൻ സാധിച്ചിട്ടുണ്ട്, ദൈവകൃപയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വലിയ ആളാവാൻ വേണ്ടി, നിങ്ങൾ സമൂഹത്തിൽ വലിയ ആളാവാൻ വേണ്ടിയുള്ള ടിപ്സാണ്. നിങ്ങൾക്ക് കിട്ടിയ സിദ്ധിയിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് കിട്ടിയ ഉപാസനയിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് കിട്ടിയ കർമ്മത്തിൽ വിശ്വസിക്കുക. നിങ്ങളതിനെ പ്രോപ്പർ വഴിയിൽ കൊണ്ടുപോവുക. ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാന്തകശലാകയ എന്ന് പറഞ്ഞു. അതായത് അജ്ഞാനമാകുന്ന തിമിരത്തിൽ നിന്നും ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഗുരുസ്ഥാനീയർ അല്ലെങ്കിൽ ഗുരുക്കന്മാരൊക്കെ. ഗുരുവിനെ വിശ്വസിക്കുക, വാസനമൂർത്തിയെ വിശ്വസിക്കുക, പ്രകൃതിയെ വിശ്വസിക്കുക, പ്രപഞ്ചശക്തികളെ വിശ്വസിക്കുക. അതിനപ്പുറം ഒരു ശക്തിക്കും ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.